പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? ചാരിയാൽ ചാരിയത് മണക്കും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. ചാണകം ചാരിയാലോ ചാണകം മണക്കും. പണ്ഡിതരോട്, ആരിഫ്യങ്ങളോട് സഹവസിക്കണമെന്നാണ്. കാരണം സഹവാസത്തിന് ചില രഹസ്യങ്ങളുണ്ട്. ഷെയ്ഖ് റിഫാഴി തങ്ങളാണ് റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത്. സഹവാസം ഹൃദയങ്ങളിൽ പരിവർത്തനമുണ്ടാക്കുമെന്നാണ്. 8 വിഭാഗത്തോടൊപ്പം സഹവസിക്കുന്നവർക്ക് 8 കാര്യങ്ങളിൽ വർധനവുണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. ഇപ്പോ ഭരണാധികാരികളോട്, അധികാരികളോടൊക്കെ സഹവസിക്കുക, സഹവാസം വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾക്ക് അഹങ്കാരവും ഹൃദയകാഠിന്യവും അധികരിക്കുമെന്നാണ്. എൻ്റെ കയ്യിൽ ആളുണ്ട് എന്നുള്ള ഒരു വിചാരമെങ്കിലും അയാളിൽ ഉണ്ടാകുമല്ലോ. പിന്നെ ധനാഢ്യരോട് കൂട്ടുകൂടിയാൽ അങ്ങനെയുള്ളവർക്ക് ഭൗതിക താല്പര്യം വർദ്ധിക്കുമെന്നാണ്. ഇനി സാധുക്കളായ ആളുകളോട് കൂട്ടുകൂടുന്നവർക്കോ അവർക്ക് അള്ളാഹു തന്നുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയും എന്നാണ്. അതേപ്രകാരം കുട്ടികളോട് സഹവാസം പുലർത്തുന്ന ആളുകളാണോ അവർക്ക് കളിയിലും തമാശയിലുമായിരിക്കും താല്പര്യമുണ്ടാവുക. ഇനി സ്ത്രീകളോടുള്ള ഇടപെടൽ അത് കാരണം മനസ്സിൽ വൈകാരികത വർദ്ധിക്കുകയാണ് ഉണ്ടാവുക. അതേസമയം സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ അവരുമായുള്ള സഹവാസമാണെങ്കിൽ അതുമൂലം ആരാധനകളിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതാണ്. പണ്ഡിതന്മാരോടുള്ള കൂട്ടുകെട്ടാണെങ്കിലോ അതുമൂലം പലവിധ വിജ്ഞാനങ്ങളും അതുപോലെ തന്നെ സൂക്ഷ്മതയും അതിനാൽ വർദ്ധിച്ച് കിട്ടും. ഇനി തെമ്മാടികളോടാണ് സഹവാസമെങ്കിൽ അതുമൂലം ദുർനടപ്പ്, അതേപ്രകാരം തെറ്റുകൾ വർദ്ധിക്കുക, തൗബ ചെയ്യാൻ തോന്നാതിരിക്കുക, തൗബ പിന്തിപ്പിക്കുക, ഇതൊക്കെ ആ സഹവാസത്താൽ ലഭിക്കുന്നതാണ്. സുഗന്ധ വിൽപ്പനക്കാരനോട് സഹവസിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരല്പം സുഗന്ധമെങ്കിലും നമുക്ക് ലഭിക്കാതിരിക്കില്ല. അതേസമയം കൊല്ലൻ്റെ ആലയിൽ ചെന്നിരുന്നാൽ എന്താണ് സംഭവിക്കുക? ഒരുപക്ഷെ തീക്കനലുകളും തീനാളങ്ങളും നമ്മുടെ ശരീരവും വസ്ത്രവും നശിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടായേക്കാം.